റോഷ്നിയുടെ കണ്ണുകൾ അടഞ്ഞു പോയതും എല്ലാടെ കണ്ണുകളും ഹരിയിലേക്ക് നീണ്ടും അവൻ അവളെ തന്നെ നോക്കി കിടക്കുകയാണ്. കുഞ്ഞിക്ക് നല്ല ക്ഷീണമുണ്ട് ഹരി. ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ മയങ്ങും. അവൾ സാധാരണ നിലയിലേക്ക് വരാൻ ഇനിയും ദിവസങ്ങൾ പഠിക്കാം. അതുവരെ നമ്മൾ അവളെ ബുദ്ധിമുട്ടിക്കാതെ നോക്കണം. ഹരിയുടെ വല്യപ്പച്ചൻ ഹരിയുടെ കയ്യിൽ പതിയെ തലോടി കൊടുത്തുകൊണ്ട് പറയുമ്പോൾ ഹരി അത് സമ്മതിച്ചുകൊണ്ട് മോളി. അവനായിട്ട് ബുദ്ധിമുട്ടിക്കാനൊന്നും പോവില്ലെന്ന പോലെ കണ്ണുകളടച്ച് ഒന്നും അറിയാതെ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവനും കണ്ണുകളടച്ചു. അവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്ന കണ്ടപ്പോൾ റയൻഷ് അവനിൽ നമ്മൾ നോട്ടം മാറ്റി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ വരാ ഹരി. വല്യച്ഛനും കൂട്ടരും പോകാൻ ഇറങ്ങുമ്പോൾ ഹരിയെ നോക്കി പറഞ്ഞു. അവരൊക്കെ റോഷനിയെ പുറത്തേക്ക് കിടത്താൻ വേണ്ടി കാത്തു നിന്നതാണ്. ആരെങ്കിലും 3-4 പേര് ഇന്നും രാവിലെ വരും, വൈകിട്ടേ പോകും. അതും എല്ലാരും കൂടെ രാത്രി അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. എന്നിട്ടും ദേവേന്ദ്രനും രുദ്രനും ഒക്കെ വേറെ റൂം എടുത്താണ് അവിടെ നിൽക്കുന്നത്. എല്ലാരും കൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തത് രച്ചു? എത്ര ദിവസം നീ ഹോസ്പിറ്റലിൽ നിൽക്കും? നേരത്തിന് കഴിക്കാതെ ഉറങ്ങാതെയുള്ള ഈ നടപ്പും ഇരിപ്പും വയറ്റുള്ളതിനെ ബാധിക്കില്ലേ? നിനക്ക് എന്തിനാ ഇത്ര വാശി? ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വായോ, നിന്നെ ഞങ്ങൾ നോക്കില്ലേ? വല്യമ്മയാണ് ലച്ചുവിന്റെ വല്യമ്മ. ലച്ചു ഒന്നും മിണ്ടാതെ ഹരി കിടക്കുന്ന ബെഡിൽ ഇരിക്കുകയാണ്. വല്യമ്മയുടെ ശബ്ദം ഉയർന്നപ്പോൾ ഹരി കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. ഈ കിടക്കുന്ന രണ്ടുപേരും കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ആദ്യത്തെക്കാൾ ഉഷാറായി ഓടിച്ചാടി നടക്കും. അന്നേരം ഞങ്ങൾ നിന്നെ കൊണ്ട് ഓടേണ്ടി വരും. വല്യമ്മ പറയുമ്പോൾ ലച്ചു കണ്ണും നിറച്ചുകൊണ്ട് മുഖമുയർത്തി അവരെ ഒരു നോട്ടം നോക്കി. സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയതുപോലെ ഒരു നോട്ടം. ആ നോട്ടം കണ്ടപ്പോൾ വല്യമ്മയ്ക്ക് സങ്കടമായി. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. കുറെ ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാൽ നീ ആകെ ചടച്ചു പോകും മോളെ. എത്രയൊക്കെ ഇവിടെ ഇരിക്കാനും കിടക്കാനും കഴിക്കാനും നോക്കിയാലും ശരിയാവില്ല. വല്യമ്മ പറഞ്ഞതൊക്കെ അത്രയും കാര്യപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ലച്ചു ഒന്നും മിണ്ടാതെ അവര് നോക്കിയിരുന്നത്. വല്യമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടാണ്. ആ റൂമിൽ സുഭദ്രയുമുണ്ട്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. ലച്ചു അവിടെ കൂടെ വീട്ടിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവിടെ ആഗ്രഹം. കാരണം എത്ര നമ്മൾ പിന്നാലെ നടന്നു നോക്കിയാലും ഹോസ്പിറ്റലിൽ വിടാവില്ലല്ലോ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ക്യാൻറ്റീനിൽ പോകണം, അവിടെ ഇല്ലെങ്കിൽ പുറത്തു പോകണം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരും. ഒരുപാട് ദൂരം ആയതുകൊണ്ട് എപ്പോഴും അത് നടക്കുന്ന കാര്യമല്ല. ഇനി കൊണ്ടുവന്ന ഒരു നേരല്ലേ അത് കഴിക്കാൻ പറ്റൂ. പിന്നത്തെ നേരം അത് വാടിക്കാണും. വാടിയതോ പുളിച്ചതോ ഗർഭിണിക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു ജ്യൂസ് വേണമെങ്കിൽ ക്യാൻറ്റീനിൽ പോകണം. ചൂട് വേണമെങ്കിൽ പോലും റൂമിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഒന്ന് കുളിക്കണമെങ്കിലോ മുടി ഉടക്കണമെങ്കിലോ ഒക്കെ ഒരു ഇടുങ്ങി പിടിച്ചതുപോലെയാണ്. ഒന്നിന് സൗകര്യങ്ങൾ പോരാ. എനിക്ക് പറ്റാഞ്ഞിട്ട വല്യമേ. ഇവിടെ പോയാ ഇവരെ രണ്ടുപേരെയും കണ്ടോണ്ടിരിക്കാലോ. വീട്ടിലാകുമ്പോ ഞാൻ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് മരിക്കും. അതുകൊണ്ടാ. ലച്ചുവിനെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഹരി ലച്ചുവിനെ നോക്കിക്കൊണ്ട് മുഖം ചിരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കി. ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. വന്നപ്പോ തൊട്ടുള്ള കിടപ്പാണ്. പിന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് പോലുമില്ല. ലച്ചു. ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ പൊടി അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ മുഖം ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നീ പോകുന്നതാ ലച്ചു നല്ലത്. ഇപ്പൊ തന്നെ കുറെ ദിവസമായില്ലേ. അളിയും വരുമ്പോ ഇടയ്ക്ക് അവന്റെ കൂടെ വരാം. ഹരി അവന്റെ അഭിപ്രായം പറയുമ്പോൾ ലച്ചു അവനെ ദയനീയമായിരുന്നു ഓട്ടം നോക്കി. അത് തന്നെയാണ് ശരി. ഇപ്പൊ കുറെ ദിവസമായില്ലേ ഇവിടെ നിൽക്കുന്നു. ഇനി കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്ക്. നല്ലതുപോലെ ഉറങ്ങിയുണ്ട് കുറച്ചു ദിവസം വിശ്രമിക്ക്. ഇവിടെ ഇപ്പോ പേടിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. രണ്ടുപേരും നമ്മളെ കണ്ണിന്റെ മുന്നിൽ തന്നെയുണ്ട്. പിന്നെന്തിനാ ടെൻഷൻ? റോഷ്നിയുടെ കാര്യത്തിൽ ഇത്തിരി ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സുഭദ്ര ലച്ചുവിന്റെ മുടിയിൽ തഴുകി കാര്യമായി തന്നെ പറഞ്ഞു. ലച്ചു പിന്നൊന്നും മിണ്ടിയില്ല. എല്ലാരും ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ പോവുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അതിന് കാരണം ഉള്ളിലുള്ള ആ കുഞ്ഞു ജീവനാണ്. അവളുടെ വാശി കാരണം ആ ജീവന് വലുത് സംഭവിച്ചു പോയാൽ മരിച്ചാലും ആ സങ്കടം മായില്ല. ലച്ചു ഓരോന്നും ആലോചിച്ചുകൊണ്ട് നേരെ നോക്കിയത് റയാൻഷിന്റെ മുഖത്തേക്കാണ്. അവ ലച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവർ പറഞ്ഞതൊക്കെ അവൻ കേട്ടിട്ടുണ്ട്. പോവണ്ടെന്ന് പറയാൻ അവന് കഴിയില്ല. കാരണം അവനും ഉള്ളിലുള്ള ആ ജീവനെ ഓർത്ത് പേടിയുണ്ട്. കണ്ണും കൈയും വിടാതെ അവൻ നോക്കുന്നുണ്ട്. പക്ഷെ എത്രയ്ക്കായാലും ഒരു അടച്ചുപൂട്ടിയിരിക്കുന്നത് പോലെ ആയല്ലേ. ഞാൻ വീട്ടിലേക്ക് പോണോ? അവന്റെ മുഖത്തേക്ക് നോക്കി ലച്ചു സങ്കടത്തോടെ ചോദിച്ചു. റയാൻഷ് അവളുടെ ആ ചോദ്യത്തിന് തല കുലുക്കി. അവളില്ലെങ്കിൽ ഉറക്കം വരാത്തവനാണ്. അവളെ കണ്ടില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നവനാണ്. ലച്ചു അവളുടെ വീട്ടിലേക്കാണെങ്കിൽ അവിടെ പോയി താമസിക്കുന്നവനാണ്. അവൾ കൂടെയുള്ളത് തന്നെയാണ് അവന്റെ ആശ്വാസവും. പക്ഷെ വേണ്ട, ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് വരില്ലേ. അതുകൊണ്ട് നീ വീട്ടിലേക്ക് ചെല്ല്, ഇടയ്ക്ക് ഞാൻ വരാം. ലച്ചുവിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് റയാൻഷ് പറയുമ്പോൾ അവളത് സമ്മതിച്ചു കൊടുത്തു. എല്ലാരും കൂടെ ഒരു കാര്യം പറയുമ്പോൾ
അതിനെ എങ്ങനെ എതിർക്കും? അതിനവൾക്ക് കഴിയില്ല. ഞാൻ ഞാൻ പോവാം. ലച്ചു സങ്കടത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ റയാൻഷ് അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി. സുഭദ്രയും വല്യമ്മയും ഒരു പിടച്ചിലൂടെ അവരിൽ നിന്ന് മുഖം തിരിച്ചപ്പോൾ ഹരി അവരെ രണ്ടുപേരെയും നോക്കിക്കിടന്നു. എന്നാ നമുക്കിറങ്ങിയാലോ? വല്യമ്മ ചോദിക്കുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ റയാൻഷ് നെഞ്ചിലേക്ക് ചാരി. അവൻ നിൽക്കുകയും ലച്ചു ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവന്റെ വയറിലായി അവളുടെ മുഖം അമർന്നു. റയാൻഷ് അവളെ തലമുടിയിൽ തലോടി. നിനക്ക് പോവണമെങ്കിൽ നീ പൊയ്ക്കോ. ഇവിടെ രുദ്രേട്ടനില്ലേ? ഹരിയാണ്. റയാൻഷ് ലച്ചുവിൽ നിന്നും കണ്ണുകൾ മാറ്റി ഹരി ഒന്ന് നോക്കി. ഹരി കണ്ണ് ചിമ്മി ചിരിച്ചു കാണിച്ചു. എത്രയാന്ന് കരുതിയിട്ടാണ് ഇവനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? രുദ്രനും ദേവേന്ദ്രനും സുഭദ്രയും ബാക്കിയുള്ള എല്ലാരും വീട്ടിൽ പോയി വരാറുണ്ട്. എന്നാൽ റയാൻഷ് ഹോസ്പിറ്റലിൽ നിന്ന് അനങ്ങിയിട്ടില്ല. അവൻ ഓഫീസിൽ പോലും പോയി വന്നിട്ടില്ല. എന്തെല്ലാം തിരക്കുകളുള്ളവനാണ്. ഒരു നേരം വീട്ടിൽ പോലും സമാധാനത്തോടെ ഇരിക്കാത്ത ബിസിനസ്സുകാരനാണ്. അവനാണ് ഇന്നെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനിടയിൽ ഹരിയുടെ പല ഡീലുകളും ഓഫീസിലെ പല കാര്യങ്ങളും അവനാണ് നോക്കുന്നത്. കാരണം ഹരി വിളിച്ചിട്ട് കിടാജിണ്ട് എല്ലാരും ലച്ചുവിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കൈകാര്യം ചെയ്തത് മൊത്തം അവനാണ്. അത് വേണ്ട, കിച്ചുവേട്ടൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോവാം. ലച്ചു പെട്ടെന്ന് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. രണ്ടുപേരും വീട്ടിൽ പോയി അവൾക്ക് അത്ര സമാധാനം ഉണ്ടാവില്ല. റയാൻഷ് ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിലാണ് അവൾ പോകുന്നത് തന്നെ. ലച്ചു റയാൻഷിൽ നിന്നും അകന്നു മാറി റോഷ്നി കിടക്കുന്ന ബെഡിലേക്ക് പോയി. കണ്ണുകളടച്ച് ഒന്നും അറിയാതെ ഒരു കിടപ്പ് കിടക്കുകയാണ്. ആ കിടപ്പ് കാണുമ്പോഴാണ് കൂടുതൽ സങ്കടം. ഒന്നും മിണ്ടിയില്ലെങ്കിൽ കൂടെ ആ കണ്ണുകളൊന്ന് തുറന്നിരുന്നെങ്കിൽ ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഐസിയിൽ നിന്ന് പുറത്തേക്ക് കിടത്തേണ്ടിയിരുന്നില്ലെന്നൊക്കെ ഇപ്പോലെ ഒരു ചിന്തയാണ്. കുഞ്ഞി, റോഷ്നിയുടെ ചെവിൽ ലച്ചു പതിയൊന്ന് വിളിച്ചു. ഒന്നുകൂടെ വിളിച്ചപ്പോൾ ആ ഈമകൾ ഒന്ന് വെട്ടി. കൃഷ്ണമണികൾ ഇളകുന്ന പോലെ. പക്ഷെ കണ്ണുകൾ തുറന്നില്ല. കുഞ്ഞി, വീണ്ടും വിളിക്കുമ്പോൾ ലച്ചുവിന്റെ കണ്ണുനീർ റോഷ്നിയുടെ കവളിലേക്ക് വീണു. കവളിൽ അറിഞ്ഞ തണുപ്പിലോ അതോ ലച്ചുവിന്റെ വിളി കേട്ടിട്ടോ റോഷ്നി ഒന്ന് മൂളി. അത് കേട്ടതും ലച്ചു മുഖം ഉയർത്തി എല്ലാരെയും നോക്കി. പക്ഷെ ആടെ മുഖത്തും വലിയ പ്രതീക്ഷയില്ല. കാരണം റോഷ്നി ഇടയ്ക്കിടയ്ക്ക് മൂളുന്നുണ്ട്, അല്ലാതെ ഒന്നുമില്ല. ഇനി നിന്നാ വൈകും, ചെല്. റയാൻ ലച്ചുവിന്റെ തോൾ പിടിച്ചുകൊണ്ട് കാറിലേക്ക് കൊണ്ടുപോയി. കരയുന്ന അവളെ നെറുകയിലൊന്ന് മുത്തി. ഞാൻ നാളെ വരാം, ശ്രദ്ധിക്കണം. ഇവിടുത്തെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട, ഞാൻ നോക്കിക്കോളാം. നീ കുഞ്ഞിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വല്യമ്മ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാം ശരിയായി വരുമ്പോ ആ ജീവനൊന്നും പറ്റരുത്. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഉറങ്ങണം, കേട്ടോ? റയാൻഷ് പറയുമ്പോൾ ലച്ചു എല്ലാം സമ്മതിച്ചുകൊണ്ട് തല കുലുക്കി. അവനെ ഒന്ന് പുണർന്ന് അവനെ നെഞ്ചിൽ ഒരു ഉമ്മയും കൊടുത്ത ശേഷം അവൾ കാറിൽ കയറി. ആ കാർ കണ്ണിൽ മുന്നിൽ നിന്നും അകന്നപ്പോൾ റയാൻഷ് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവന്റെ സ്ത്രീയുടെ ഇല്ലായ്മ ഒരു ശൂന്യത തന്നെയാണ്. പക്ഷെ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ? ഹരി നല്ല ഉറക്കത്തിലാണ്. ലച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നതാണ് എല്ലാവരും. റോഷ്നി പിന്നെ ആ കിടപ്പ് തന്നെയാണ്. റോഷ്നി നോക്കി കിടന്നുകൊണ്ട് എപ്പോഴും ഹരി നല്ലൊരു ഉറക്കത്തിലേക്ക് വീണുപോയി. ഉറക്കത്തിൽ എന്തോ മുക്കിയും മുളയും പറയുന്ന പോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഹരി കണ്ണുകൾ തുറന്നു. റൂമിൽ നേരിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. റയാൻഷും സുഭദ്രയും തൊട്ടടുത്ത ഹാളിലാണ് കിടക്കുന്നത്. ഇവിടെ 2 ബെഡ് ഇട്ടത് കാണാം. വേറെ ഒരാൾക്ക് കിടക്കാനുള്ള ഗ്യാപ്പില്ല. ഹരി നേരിയ വെളിച്ചത്തിൽ തല ചേരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കി. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉണ്ട്, ആ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, ആ കൈയും കാലും അനങ്ങുന്നുണ്ട്. ഹരിയുടെ കണ്ണുകളൊന്നും വിടർന്നു. പക്ഷെ എന്തോ അവന്റെ പൂരികം ചുളിഞ്ഞു. കുഞ്ഞി, അവൻ ടെൻഷനൊന്ന് വിളിച്ചു. ഇല്ല, അവൾ നോക്കുന്നില്ല. ഹരി ബെഡിൽ നിന്നും എണീക്കാൻ നോക്കി. ഒന്നാമത് കുറെ നേരം കിടന്നിട്ട് എണീക്കുമ്പോൾ അവനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൈ കുത്തി എണീക്കാൻ നോക്കണം. പക്ഷെ അവനതിന് കഴിയുന്നില്ല. പെട്ടെന്ന് റൂമിൽ വെളിച്ചം നിറഞ്ഞു. ഹരി കണ്ണുകൾ മുറുക്കിയൊന്ന് അടച്ചു തുറന്നുകൊണ്ട് നേരെ നോക്കിയത് റയാൻഷിന്റെ മുഖത്തേക്കാണ്. ഫാനില, AC ആണ്. അതുകൊണ്ട് എന്തോ ഒരു ശബ്ദമുണ്ടായാലും അറിയാൻ പറ്റും. എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നിയപ്പോൾ റയാൻ എണീറ്റ് വന്നതാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണിലേക്ക് പുളിപ്പ് കയറി. റയാൻ നീട്ടി ചുളിച്ചുകൊണ്ട് ഹരിയെ നോക്കി. അവൻ എഴുന്നേൽക്കാൻ നോക്കുകയാണ്. എന്താടാ? ഹരിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ റയാൻഷ് ചോദിച്ചു. അവന്റെ കണ്ണുകൾ റോഷ്നിയുടെ ബെഡിലേക്ക് നീണ്ടതും റയാൻഷിന്റെ നെഞ്ചിടിച്ചു. കൈയും കാലും ഇട്ടിളക്കുന്നുണ്ട്, ഒപ്പം ചുണ്ടുകൾ അനങ്ങുന്നുമുണ്ട്. കുഞ്ഞി, ഹരിയുടെ അടുത്തേക്ക് പോവാതെ റയാൻഷ് നേരെ കുഞ്ഞിയുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും കുഞ്ഞിയുടെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലായി. എന്തോ അവൾ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. അവൾ കരയുവാണോ എന്തോ പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റുന്നുണ്ട്, എന്തോ തടുക്കുന്ന പോലെ. കുഞ്ഞി, അവൾക്ക് വേദനിക്കുന്നുണ്ടാവോ? അതാണോ അവളിങ്ങനെ കാട്ടുന്നത്? തൊട്ടടുത്ത് ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ
റോഷ്നിയുടെ കയ്യിൽ മൂർക്ക പിടിച്ചു നിന്നിരുന്നവൻ ഹരിയെ നോക്കി. അവർ റോഷ്നിയുടെ കാലിന്റെ തലയ്ക്കൽ വന്ന് നിന്നിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്ക് ബെറ്റിൽ നിന്നും ഇറങ്ങിയതും ഇവിടെ വന്ന് നിന്നതുമാണെന്ന് അവനൊന്ന് ഞെട്ടിച്ചു. ആക്സിഡന്റ് ഷോക്കാണ്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇതിനു മുൻപ് ഉണ്ടായതൊന്നും അവൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അവൻ ഒന്നുകൂടെ ടെൻഷനിലായാലോ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ഇപ്പോ റോഷ്നിയുടെ കൈയും കാലും ഒന്നുകൂടെ കാര്യത്തിൽ ഇളകി മറയുന്നുണ്ട്. അവൾ കൈയും കാലുമിട്ട് നല്ലതുപോലെ ഇളക്കുന്നുമുണ്ട്. റോഷ്നി കിടന്നിടത്തുനിന്ന് ഒരു അലർച്ചയോടെ എഴുന്നേറ്റിരുന്നു. അവളുടെ കാലിൽ പിടിക്കാനായി ഉയർത്തിയ കൈ ഹരി പിന്നിലേക്ക് വലിച്ചു. റയൻഷും ഒരു പകപ്പോടെ അവളെ നോക്കി. സുഭദ്രയും അപ്പോഴേക്കും എണീറ്റ് ഓടി വന്നു. കുഞ്ഞേ, അയ്യോ, എന്താ കിച്ചു, എന്തു പറ്റി? കൈയും കാലുമിട്ട് ബെഡിലിരിക്കുന്ന റോഷ്നി. അവളുടെ അടുത്തേക്ക് അവളെ പകച്ചു നോക്കുന്ന ഹരിയും റയൻഷും. ആ വിടാൻ. ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ റയൻഷ് 2 കൈകൾ കൊണ്ടും അവളുടെ കൈ പിടിച്ചു. ഹരി ഒരു കൈ കൊണ്ട് റോഷ്നിയുടെ കാൽ കൂട്ടിപ്പിടിച്ചു. അവൾ ആരെയും നോക്കുന്നില്ല, ഇരുന്നിളകുകയാണ്. നീ അവളുടെ കാലിൽ നിന്നുള്ള പിടിവിട് ഹരി, നിന്റെ മുറവിളകും. റയൻഷ് ഹരി നോക്കി പറയുമ്പോൾ അവരൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നി. അവർ റോഷ്നിയുടെ കാലിൽ അമർത്തി പിടിച്ചു. അവന്റെ കൈയും കാലും ഒക്കെ വേദനിക്കുന്നുണ്ട്. പക്ഷേ അവൻ ആ പിടിവിട്ടില്ല. ഞാനൊരു നേഴ്സിനെ വിളിച്ചിട്ട് വരാം. റോഷ്നിയുടെ ബഹളം കൂടുവല്ലാതെ കുറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിലെ പിടിവിട്ട് റയൻഷ് വേഗം പുറത്തേക്ക് പാഞ്ഞു. റോഷ്നി അവളുടെ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്ന കണ്ടപ്പോൾ ഹരി വേഗം അവളുടെ സൈഡിലേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ കരയുകയാണ്. 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. കുഞ്ഞി, എന്താടി നിനക്ക്? അവളെ 2 കൈയും ഒതുക്കി പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുറുക്കി ഒതുക്കി കിടത്തിക്കൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. സുഭദ്ര റോഷ്നിയുടെ കാൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. കുഞ്ഞി, ഞങ്ങളെങ്ങനെ വേദനിപ്പിക്കില്ലടി പൊന്നെ. ഹരി അവളുടെ നിറകിൽ അമർത്തി മുത്തിക്കൊണ്ട് പറയുമ്പോൾ സുഭദ്ര ഉറക്കെ കരഞ്ഞു. ആ കരച്ചിൽ കേട്ടുകൊണ്ട് അകത്തേക്ക് വന്ന റയൻഷ് ഒന്ന് പേടിച്ചു. ഇന്നലെ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന നേഴ്സും ഒന്ന് പേടിച്ചു. റോഷ്നി ഒന്ന് മുക്കി മൂളിക്കൊണ്ട് ഹരിയുടെ നെഞ്ചിൽ കിടന്നു. കൈയും കാലും ഒക്കെ ഒന്ന് ഒതുക്കിയ ശേഷം മുഖം ഉയർത്തി ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ഇഞ്ചക്ഷൻ വെക്കാം, ഒന്ന് മയങ്ങട്ടെ. നേഴ്സ് പറയുമ്പോൾ ഹരി റോഷ്നിയുടെ മുഖത്തേക്ക് നിന്ന് കണ്ണുകൾ മാറ്റി നേഴ്സിനെ നോക്കി. അത് വേണ്ട, ഇഞ്ചക്ഷൻ വെക്കണ്ട. ഇത് മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ വെക്കണ്ട. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹരി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ കണ്ണു തുറക്കുന്നില്ല. അതിൽ കൂടെ ഇഞ്ചക്ഷൻ കൂടെ വെച്ച് മയക്കി കിടത്തിയാൽ ശരിയാവില്ല. ഹരി അവരിൽ നിന്നും നോട്ടം മാറ്റി അവനെ നെഞ്ചോട് ചേർന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുന്നവളെ നോക്കി. ഹരിയുടെ കീഴ്ചുണ്ട് വിറച്ചു. അവന് പൊട്ടിക്കരയാൻ തോന്നി. എന്താടാ? അങ്ങേറ്റ സങ്കടം നിറഞ്ഞുകൊണ്ടൊരു വിളി. ഹരി. ഓ, എന്തോ? അവന്റെ മുഖത്തേക്ക് നോക്കി വിക്കി ഇടർച്ചോടെ അവൾ ചുണ്ടുകളൊന്ന് ഇളക്കി വിളിച്ചു. ഹരി കരഞ്ഞുകൊണ്ട് അതിന് വിളി കേട്ടു. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളുടെ തോളിൽ മുഖം അമർത്തി. റോഷ്നിയുടെ മുഖം അവന്റെ നെഞ്ചിലായി പൂണ്ടുപോയി. സുഭദ്ര വാ പൊത്തി പിടിച്ചുകൊണ്ട് കരയുമ്പോൾ റയൻഷ് തേങ്ങിക്കൊണ്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു. നേഴ്സ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും തിരിഞ്ഞു നടന്നു. ഹരി. അവന്റെ നെഞ്ചിലെ മുഖം അമർത്തിക്കൊണ്ട് തന്നെ റോഷ്നി ഒന്നുകൂടെ വിളിച്ചു. പക്ഷെ ഹരി അത് കേട്ടില്ല. അവൻ കരയുന്ന തിരക്കിലായിരുന്നു. ഹരി. റോഷ്നി അവന്റെ നെഞ്ചിൽ അവളുടെ മുഖമൊന്ന് ഇട്ട് ഉരച്ചോണ്ട് വിളിക്കുമ്പോൾ ഹരി വേഗം അവളിൽ നിന്നും അകന്നു. കണ്ണുനീർ കൊണ്ട് നനഞ്ഞ അവന്റെ മുഖത്തേക്ക് റോഷ്നി 1-2 നിമിഷം നോക്കി. കൺമുന്നിൽ ഒരു കാർ വന്ന് കയറിയത് അവളുടെ കണ്ണിൽ തെളിഞ്ഞു. ഞാൻ മരിച്ചെന്ന് കരുതി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കരുതി. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഉള്ള ഓർമ്മ വരുമ്പോൾ അവളുടെ ചിന്തകൾ പോയത് അവൾ തപ്പിപ്പിറക്കി പറഞ്ഞു. ഹരി അവളെ നെറുകിൽ അമർത്തി മുത്തി. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, നിനക്കും ഒന്നുമില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. റോഷ്നി ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. ഹരിയുടെ നെഞ്ചിൽ മുഖം ചാരിക്കൊണ്ട് തന്നെ അവൾ സുഭദ്രയെ നോക്കി. ചേറിൽ തല താങ്ങിയിരിക്കുന്നവനെ നോക്കി. അവളെ ചുണ്ടുകൾ വിരുമ്പി. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അമ്മ. റോഷ്നി കരഞ്ഞുകൊണ്ട് വിളിച്ചതും സുഭദ്ര അവളെ അടുത്തേക്ക് ഓടി വന്നു. റോഷ്നി സുഭദ്രയുടെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. ഹരി അവരെ നോക്കിക്കൊണ്ട് ബെഡിലേക്കിരുന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു. ഇപ്പോഴവന് എവിടെയും വേദനിക്കാത്ത പോലെ, വേദനയൊക്കെ മാഞ്ഞു പോയതുപോലെ. നല്ലോണം വേദനിച്ചു അമ്മ. തലയൊക്കെ വെട്ടിപ്പൊളയുന്ന പോലെ തോന്നി. നിങ്ങളൊന്നും കാണാൻ പറ്റില്ലെന്ന് കരുതി പേടിച്ചുപോയി. എൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട അങ്ങനെന്ന് വന്ന് കരുതി. അമ്മയോട് തർക്കോത്തരം പറയുന്നത് കൊണ്ട് ദൈവം പരീക്ഷിച്ചതാണെന്ന് തോന്നി. റോഷ്നി കരഞ്ഞുകൊണ്ട് ഓരോ വാക്കും തപ്പി തടഞ്ഞു പിടഞ്ഞുകൊണ്ട് പറയുമ്പോൾ സുഭദ്ര തലയാട്ടിക്കൊണ്ട് അവളുടെ കവളിൽ മുത്തി. അങ്ങനെയൊന്നും പറയാതെ പൊന്നെ. അതും പറഞ്ഞിട്ട് സുഭദ്ര ഒന്ന് തേങ്ങി. അവളുടെ വാക്കുകൾ കേട്ട് ഹരിക്കും റയൻഷും നെഞ്ചു വേദനിച്ചു. ഏട്ടാ.
റോഷ്നി കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ റയാൻഷ് മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. റോഷ്നി അവനോട് അടുത്തേക്ക് വരാൻ തലയാട്ടിയതും അവൻ ചെറിയിൽ നിന്നും എഴുന്നേറ്റ് അവളെ അടുത്തേക്ക് വന്നു. റോഷ്നി അവന്റെ നെഞ്ചിലേക്ക് ചാരി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് അവൻ അവന്റെ കണ്ണുകൾ തുടച്ചു. റോഷ്നി അവന്റെ നെഞ്ചിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഹരിയും റയാൻഷും സുഭദ്രയും റോഷ്നിയെ നോക്കിയിരിക്കുകയാണ്. അവളൊരു മയക്കത്തിലേക്ക് വീണിട്ടുണ്ട്. ആർക്കും പിന്നെ ഉറക്കം വന്നില്ല. 3 പേരും അവളെ നോക്കി ഉറക്കം വരാതിരിക്കുകയാണ്. നീ കുറച്ചു നേരം കിടന്നോ? റോഷ്നി നോക്കിയിരിക്കുന്ന ഹരി നോക്കി റയാൻഷ് പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. നേരത്തെ അവൻ അറിയാതെ പോയ വേദന മൊത്തം ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൈയും കാലും തലയും ഒക്കെ ഭയങ്കര വേദന, സഹിക്കാൻ കഴിയാത്ത വേദന. ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളൊക്കെ ഇളകിയതുപോലൊരു വേദന. കിടന്നു, കുഞ്ഞുടരാൻ ഇനിയും കുറച്ച് സമയം കഴിയും. റയാൻഷ് ഹരിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കിടത്തി. ഹരിയുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞുപോയി. സുഭദ്ര ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഹരിയുടെ അടുത്തേക്ക് വന്നു. വേദനിക്കുന്നുണ്ടോ? ഹരിയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് സുഭദ്ര ചോദിക്കുമ്പോൾ ഹരി സങ്കടം കൊണ്ട് കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു. വേദനിക്കാതിരിക്കില്ല, എല്ലാം മറന്ന് ഓടിയിറങ്ങിയതല്ലേ, കൈ ഇളകിയില്ലേ? സുഭദ്ര ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന പോലെ പറയുമ്പോൾ ഹരി അവരെ നോക്കിക്കിടന്നു. വയ്യാതെ കിടന്ന ഈ ദിവസങ്ങൾ അത്രയും അവൻ സുഭദ്രയിലൂടെ കണ്ടത് അവന്റെ പെറ്റമ്മയാണ്. അവരുടെ സ്നേഹവും കരുതലുമൊക്കെയാണ് അവൻ അവരിൽ കാണാൻ കഴിഞ്ഞത്. കണ്ണടച്ചു കിടന്നു. ഉറങ്ങി എഴുന്നേറ്റ വേദനയൊക്കെ മാറും. സുഭദ്ര പറയുമ്പോൾ ഹരി കണ്ണുകൾ അടച്ചു. പക്ഷെ അവനെ കൊണ്ട് ആ വേദനയൊക്കെ സഹിച്ചു പിടിച്ച് കിടക്കാൻ കഴിയാത്ത പോലെ. അതുവരെ റോഷ്നി നോക്കിയതും അവളോട് സംസാരിച്ചിട്ടും വരുന്നത് കൊണ്ട് വേറെയൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ 1000 ഇരട്ടി വേദന അറിയുന്നുണ്ട് ഹരി. റയാൻഷ് വിളിച്ചപ്പോൾ ഹരി കണ്ണ് തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ഹരിയുടെ മുറുക്കെ പിടിച്ച കണ്ണുകളും വേദന കൊണ്ട് ചുളയുന്ന മുഖമൊക്കെ കണ്ടപ്പോൾ തന്നെ അവന് സഹിക്കാൻ കഴിയാത്ത വേദനയാകുമെന്ന് റയാൻഷിന് തോന്നി. ഉറങ്ങണമെങ്കിൽ ഈ വേദനയൊന്ന് കുറയണം. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് ഞാൻ നേഴ്സിനെ വിളിച്ചിട്ട് വരാം, വേദനയ്ക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ. അതാ നല്ലത്. നീ പോയി നേഴ്സിനെ വിളിച്ചിട്ട് വായോ. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ആ വേദന മാറും. റയാൻഷ് പറയുന്നതോടൊപ്പം സുഭദ്രയും യോജിച്ചു. റയാൻഷ് പുറത്തേക്ക് പോയതും ഹരി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് വേദന സഹിച്ചു. 1-2 മിനിറ്റുകൾക്ക് ശേഷം നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയി. വേദന കുറഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവനൊരു ഉറക്കത്തിലേക്ക് വീണുവെന്ന് മനസ്സിലായപ്പോഴാണ് സുഭദ്രയും റയാൻഷും അവന്റെ അടുത്തുനിന്ന് മാറിയത്. കിച്ചു. സുഭദ്ര സെറ്റിലേക്കും റയാൻഷ് അതിന് താഴെ തറയിൽ ഒരു ഷീറ്റ് വിരിച്ചുമാണ് കിടന്നത്. മുകളിലേക്ക് നോക്കി മലർന്ന് കിടക്കുന്നവൻ സുഭദ്ര വിളി കേട്ട് ഒന്ന് മൂളിക്കൊടുത്തു. കുഞ്ഞിക്ക് നമ്മളെയൊക്കെ മനസ്സിലായി തുടങ്ങി 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നാ പറഞ്ഞത്. ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? സുഭദ്ര അവിടെ മനസ്സിലെ ടെൻഷൻ ചോദിക്കുമ്പോൾ റയാൻഷൊന്നും മിണ്ടിയില്ല. 2 പേരും ഇത്ര ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ ഡിസ്ചാർജ് ചെയ്താൽ രണ്ടും 2 വഴിക്കാവില്ലേ? 2 പേരും അത് സമ്മതിക്കോ? സുഭദ്ര ഒന്നുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവന്റെ മനസ്സിലും അതൊക്കെ തന്നെയായിരുന്നു ചിന്ത. 2 എണ്ണവും ഒരിക്കലും അത് സമ്മതിക്കില്ല. പക്ഷെ സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ സമ്മതിപ്പിക്കാം. അല്ലാതെ 2 ആളെയും ഒരുമിച്ച് നിർത്താൻ പറ്റുമോ? ഹരിയുടെ വീട്ടുകാരെന്ന് പറയും, അല്ലെങ്കിൽ തന്നെ ഹരിയുടെ വീട്ടുകാർക്ക് ഇവിടെ ഒരു റോളില്ലെന്ന് പറയുന്നുമുണ്ട്. എല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നുവെന്ന്. ഇനി അവനെ നമ്മുടെ വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോയാൽ തീർന്നു. അവനെന്ന് പറയുമ്പോൾ അതെല്ലാം ശരിയാണെന്ന് സുഭദ്രയ്ക്കും തോന്നി. എത്രയ്ക്കായാലും മാർഗം ഇതൊന്നും ദഹിക്കണമെന്നുണ്ടാവില്ല. അമ്മയൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങിക്കേ, അതൊക്കെ അതിന്റെ സമയം പോലെ നടന്നോളും. സുഭദ്ര ഓരോന്നും ആലോചിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവരിത്തിരി കടുപ്പിച്ച് തന്നെ പറഞ്ഞു. സുഭദ്ര പിന്നൊന്നും മിണ്ടിയില്ല. ഉറക്കം കണ്ണുകളിൽ തഴുകി വന്നപ്പോൾ അവർ വേഗം ഉറക്കം പിടിച്ചു. പക്ഷെ താഴെ കിടക്കുന്നവന്റെ അവസ്ഥ അതല്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്നും ഒരുത്തെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ്. ആ ഒരുത്തി ഇന്ന് കൂടിയില്ല. അതിന്റെ അസ്വസ്ഥതയാണ് അവന്റെ ഉള്ളിൽ. കുറെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ഫോൺ എടുത്ത് സമയം നോക്കി. പുലർച്ചെ 3 മണി. അവന്റെ സ്ത്രീ നല്ല ഉറക്കത്തിലാകുമെന്ന് തോന്നിയപ്പോൾ അവൻ പിന്നെ വിളിക്കാൻ പോയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എപ്പോഴും അവനും ഉറങ്ങി.